എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ടവരത്തിൽ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്ന് ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടേ പാട്ട് കേട്ടിട്ട് ഒത്തിരി പേര് നല്ല പാട്ടായിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ അബുദാബിയിലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്ന അപ്പം പ്രൈസമ്മ വന്നതാണ് ഞാൻ നിർത്തിയത്. ആ പാട്ട് കേട്ടിട്ട് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട്. എൻ്റെ സബ്സ്ക്രൈബർ ആണെങ്കിലും നാട്ടിലും ഞങ്ങളുടെ അടുത്താണ്. ഈ യൂട്യൂബിൽ കൂടെ പരിചയം വന്നത്. അബുദാബിയിലുണ്ട്. അബുദാബിലും USA-ലുമായിട്ടൊക്കെ മാറി നിൽക്കുക. അപ്പോൾ പുള്ളിക്കാരുടെ പപ്പാടെ അനിയൻ്റെ മോൻ എഴുതിയ പാട്ടാണ് ഇത്. അപ്പോൾ ഇത് കേട്ടിട്ട് എനിക്ക് ഇങ്ങനെ ഇട്ടതാ മെസ്സേജ് ഇട്ടേ ബിജി, ഇങ്ങനെ എൻ്റെ ഒരു ബന്ധു എഴുതിയതാ, പാസ്റ്റർ എഴുതിയതാ. പുള്ളിക്കാരനും അബുദാബിലാണ് ആ പാസ്റ്ററും അബുദാബിലാണ്. അപ്പോൾ പറഞ്ഞായിരുന്നു ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ഈ ഒരു പാട്ട് പാടിയെന്ന്. അപ്പം നമ്മളിപ്പം ഇങ്ങനെ ഓരോ പാട്ടുകൾ പാടുമ്പോൾ എത്ര പേരാ ശ്രദ്ധിക്കുന്നത് അല്ലേ. പിന്നെ ഒത്തിരി പേര് പറഞ്ഞു നല്ല പാട്ടായിരുന്നു, അർത്ഥമുള്ള പാട്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ്. എൻ്റെ ഒരു ഹോബി തന്നെ ഇങ്ങനെ നമ്മൾ പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല, ഇങ്ങനെ പാട്ട് കേട്ട് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ വലിയ ഈ പാട്ടുകാർ പാടുന്നത് പോലൊന്നും നമുക്ക് പാടാൻ കഴിവില്ല. എന്നാലും അതുപോലെയൊക്കെ അടുത്തൊക്കെ എത്താനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഈ പ്രൈസമ്മോന് അവനാൻ്റെ പറഞ്ഞായിരുന്നു മംഗ്ലീഷിൽ ഒരു മിനിറ്റ് ഇങ്ങനെ മംഗ്ലീഷിൽ എഴുതി കൊടുത്ത് അവനെ പാടിപ്പിക്കുന്നു. ഞാനത് ഗൂഗിളിൽ നോക്കി മംഗ്ലീഷിലെടുത്ത് അവൻ കൊടുത്തായിരുന്നു. അവൻ അത് നോക്കിയാൽ പാടുന്നത്. എന്നാലും ചില സമയത്ത് ആ നമ്മൾ പിന്നെ കോറസൊക്കെ പാടുമ്പോൾ അവനത് പാടും കൂടെ. പക്ഷേ ചില വരികൾ എന്നാലും പിന്നെ പോളിനേക്കായി ഇവൻ പെട്ടെന്ന് പഠിക്കും. അവൻ പെട്ടെന്ന് ട്യൂണും പഠിക്കും. പിന്നെ ഇന്നത്തെ വീഡിയോയും ഒരു ചെറിയ വീഡിയോയാണ്. ഈ ദിവസങ്ങളിലുള്ള വീഡിയോകൾ ചിലപ്പോൾ 2 ദിവസത്തേക്കായിരിക്കും ഒരുമിച്ചിടുന്നത്. അന്ന് എന്തെങ്കിലുമൊക്കെ അങ്ങ് നമുക്ക് ചെയ്താൽ മതി. ഇപ്പോഴും ഈ ബോഡി പെയിനൊക്കെ കുറഞ്ഞു, എന്നാലും കോൾഡ് അങ്ങോട്ട് കുറയുന്നില്ലെന്നുള്ള. പിന്നെ ഇനി എന്താ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, ഇനിയും നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. പ്രൈസൻ നാളെ കൊണ്ട് പ്രൈസൻ്റെ എക്സാം എല്ലാം തീർന്നു. പ്രൈസന് ഓരോ ദിവസവും എണ്ണി ഇരിക്കുക. ഇത്രാം തീയതി എൻ്റെ എക്സാം തീരുമോ നമ്മൾ കലണ്ടറിൽ നോട്ട് ചെയ്ത്, ഇന്നലെ കലണ്ടർ നോട്ട് ചെയ്ത് കലണ്ടർ എൻ്റെ കൊണ്ട് കലണ്ടർ തന്ന അതിൻ്റെ ടോയിനുണ്ടല്ലോ പൊട്ടിപ്പോയി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അതുകൊണ്ട് കലണ്ടർ തറയെ വീണം എന്ന് പറഞ്ഞു. ഞാൻ ചെന്തോ ഇതടാ. അപ്പോൾ ഇങ്ങനെ ആദ്യം അറിയത്തില്ല എന്തോ ഇതടാ ഒന്നുകൂടെ എടുത്ത് ചോദിച്ചപ്പോൾ അങ്ങ് ചിരിച്ച് എന്നിട്ട് പറഞ്ഞു ഞാനിങ്ങനെ ക്രോസ് ചെയ്ത് ഓരോ ദിവസവും കട്ട് ചെയ്ത് ആ ടോയിന് ആ കലണ്ടറിൽ എന്തോ പിടിച്ച് മൽപ്പിടുത്തം നടത്തിയതാ. അത് പിന്നെ ഞാൻ കെട്ടിയിട്ട് കൊടുത്ത്. ഓക്കെ, അന്നേരം രാവിലെ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ഇഡലി സാമ്പാർ ഞാനൊരു വീഡിയോ ഇട്ടില്ലേ, അധികം കഷ്ണങ്ങളൊന്നും ഇല്ലാതെ ഒരു സാമ്പാർ ഉണ്ടാക്കില്ല. ആ സാമ്പാർ ഇച്ചിരി കൂടുതലുണ്ടായിരുന്നല്ലോ, അതിൽ നിന്ന് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത് പിന്നെ ഇത് ഇഡലിക്കും ദോശ, ഇന്നും ഇഡലിയും ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെടുത്ത് ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ രാവിലെ ഇഡലി ഉണ്ടാക്കുന്നുണ്ട്. ഇഡലി ഞാനൊരു തട്ടുണ്ടാക്കി വെച്ചിട്ട് പിന്നെ ദോശ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ആ സാമ്പാർ ഇവിടെ പോൾമോന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവനത് അങ്ങനെ അവന് ദോശയും സാമ്പാറും അത്ര ചിലപ്പോഴേ ഇഷ്ടപ്പെടും. പക്ഷേ ഇതായതുകൊണ്ട് അവനിഷ്ടമായി. അങ്ങനെ അത്ര അങ്ങ് ഇഷ്ടമല്ലെന്നല്ല, എന്നാലും കഴിക്കും അവൻ. പക്ഷേ അത്ര അങ്ങ് സന്തോഷത്തോടെ ഈ സാമ്പാർ അവന് ഇഷ്ടമായത്. ഇനി ഇങ്ങനെയുള്ളതേ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. മീൻസ് ഈ ഇഡലിയും ദോശയ്ക്കൊക്കെ എനിക്കും കഷ്ണങ്ങളുള്ളതിനേക്കാൾ ഇഷ്ടം ഇങ്ങനെയുള്ളത് ഉണ്ടാക്കുന്നതാണ്. പക്ഷേ റീച്ചാൻ അത് ഇഷ്ടമായില്ല. ഇഡലി ആകുന്ന നേരം കൊണ്ട് ഞാൻ ആവശ്യത്തിനുള്ള വേണ്ടിയ ദോശയും റെഡിയായി. അപ്പം അവന് ഇഡലി മതിയെന്ന് പറഞ്ഞു. പിന്നെ ഉച്ചയ്ക്ക് തോരൻ വയ്ക്കാനായിട്ട് പയർ അരിഞ്ഞു വെച്ചായിരുന്നു. അപ്പോൾ പയർ
സവാളയെല്ലാം ഇത് ഇട്ടിട്ട് ഒന്ന് ഞെവിടി അടപ്പത്തോട്ട് വെക്കട്ടെ. പനിയില്ല എങ്കിലും വായിക്കൊന്നും ഒരു രുചിയില്ലായിരുന്നു. മീൻ ഇരിപ്പുണ്ട്, എന്നാലും അതൊന്ന് വെട്ടി വെക്കും. അത് കറി വയ്ക്കാമെന്ന് പറഞ്ഞാൽ എടുത്തു, പക്ഷേ കറി വയ്ക്കാൻ വയ്യായിരുന്നു, അതുകൊണ്ട് കറി വെച്ചില്ല. പിന്നെ ഇൻട്രോയിൽ പറയാൻ മറന്നുപോയി, ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ വാട്സപ്പിൽ ചിലർ ചോദിച്ചെന്ന്. പക്ഷേ എനിക്ക് പബ്ലിക് കമൻറ്റിൽ ഞാൻ ആ പറയുന്ന സമയം വരെ പബ്ലിക് കമൻറ്റിൽ വന്നിട്ടില്ലായിരുന്നു, വിജി എന്താ വീഡിയോ ഇടാൻ, ഞാൻ 2 ദിവസം ആയല്ലോ കണ്ടിട്ടെന്ന്. അങ്ങനെ രാത്രിയിൽ ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് രാത്രി മൊബൈൽ നോക്കിയപ്പോഴാണ് കമൻറ്റ് കണ്ടത്. 3-4 പേര് ചോദിച്ചായിരുന്നു എന്താ 2 ദിവസം ആയല്ലോ കണ്ടിട്ട് എന്ത് പറ്റിയെന്നൊക്കെ. അപ്പോൾ അവർ ഇന്ത്യക്കും ഞങ്ങളെ പറഞ്ഞില്ല. അന്നേരം ഞാൻ ആ വീഡിയോ ഇൻട്രോ പറയുന്ന സമയത്ത് കമൻറ്റ് വന്നില്ല, അതുകൊണ്ടായിരുന്നു ഞാൻ പറഞ്ഞത്. ഞാൻ ഇപ്പോഴങ്ങ് ഓർത്തേ, പക്ഷേ ഇന്നും ഇൻട്രോ പറയാവുന്ന സമയത്ത് ഞാനത് വിട്ടുപോയി. അത് പറയണമെന്ന് പറഞ്ഞൊക്കെ ഇരുന്നത്, പക്ഷേ ആ സമയമാണ്ടേ വിട്ടുപോയി. അപ്പം നമ്മുടെ തോരനൊക്കെ ഞാനൊന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി അടുത്തത് പിന്നെ ഇനി പാത്രമൊക്കെ കഴുകിയൊന്നെടുക്കട്ടെ. എല്ലാ വീട്ടിലും ഒഴിച്ചു കൂട്ടാൻ വയ്യാത്ത ഒരു ജോലിയാണ് ഈ പാത്രം കഴുകൊക്കെ. കഴുകുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും സിങ്ക് നിറഞ്ഞുകൊണ്ടേ ഇരിക്കും. അപ്പം ഇവിടെ നല്ല ചൂടാണ്. അപ്പം കഴിഞ്ഞ ദിവസം അമ്മ പറയുന്നത് കേട്ട് ഒന്ന് മഴ പെയ്ത് നാട്ടിൽ, അത് കഴിഞ്ഞുണ്ടെങ്കിൽ കുറേയും കൂടെ അങ്ങ് ചൂടായെന്ന്. ഞാൻ തുണിയൊക്കെ കഴുകാൻ ഇട്ടിട്ടുണ്ട്. അപ്പം പാത്രങ്ങൾ കഴുകിയിട്ട് തുണിയും കൂടെ വിരിക്കാം. കൊച്ചൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവന് 2 മണിയൊക്കെ കഴിഞ്ഞിട്ടേ വരൂ, അല്ലെങ്കിൽ അങ്ങ് അവനൂടെ ചെയ്തേനെയായിരുന്നു. കഴിഞ്ഞ ദിവസം നല്ല ക്ഷീണമായിരുന്നു, അതുകൊണ്ട് പിന്നെ ഹോളിലുള്ളത് അവൻ വന്ന് ചെയ്യട്ടെ എന്ന് ചിന്തിച്ച്. ഇന്ന് പിന്നെ ഇച്ചിരി ഒരു ആരോഗ്യമുള്ളത് കൊണ്ട് ഞാൻ ചിന്തിച്ച് ഞാനങ്ങ് വിരിക്കാം. കാരണം അവനും വെയിൽ കൊണ്ട്, നേരത്തെ ആണെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ ആയിരുന്നു അവൻ്റെ ക്ലാസ്. ഇപ്പോൾ ഇത്തിരി വെളിയിൽ 10-15 മിനിറ്റ് നടന്ന് പോയിട്ട് വരണം. അപ്പോൾ ഈ വെയിലത്ത് വന്നിട്ട് അവൻ വിരിക്കണമെന്ന് പറഞ്ഞാൽ അതും ഒരിതല്ലേ. അതുകൊണ്ട് ഞാൻ ചിന്തിച്ച് ആവുമെങ്കിലും നമുക്കങ്ങ് വിരിച്ചിടാമെന്ന്. നമ്മൾ വീട്ടിൽ ഇരിക്കുന്നവരല്ലേ, ഈ വെളിയിൽ പോകുന്നവർ വരുമ്പോഴല്ലേ നമുക്ക്. ഇപ്പോൾ എനിക്ക് ഈ അസുഖം വന്നാൽ എനിക്ക് അത്രയും ഒരു ഇതില്ല. പക്ഷേ അതേസമയം പിള്ളേർക്കോ റീച്ചാനോ ആണെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ടെൻഷനാണ്. കാരണം അവർ വെളിയിൽ ജോലി ചെയ്യുകയും പഠിക്കാനൊക്കെ പോകുന്നവരല്ലേ. അപ്പോൾ എന്നാൽ ഈ മത്തി കറി വയ്ക്കാം, ഞാൻ പറഞ്ഞു വായിക്കൊരു രുചിയില്ല, എന്നാൽ അത് കറി വയ്ക്കാമെന്നും പറഞ്ഞിരുന്നതാണ്. അപ്പോൾ എന്താണെങ്കിലും ഞാനത് വെട്ടി ഒരു വിധത്തിലെടുത്തു. പിന്നെ വെട്ടി വന്നപ്പോഴത്തേനും പിന്നെ ചിന്തിച്ചു കറി വയ്ക്കാനൊന്നും എനിക്ക് പറ്റിയില്ല. പിന്നെ കുറച്ചെടുത്തെന്നാൽ വറക്കാനായിട്ട് എടുത്ത് വെക്കാമെന്ന് വെച്ച്. അപ്പം ഈ മത്തി ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും നല്ല ഇച്ചിരി ഒത്തിരി നെയ്യില്ല, എന്നാലും ഒരു നെയ്മത്തി, ഒരു ടേസ്റ്റുള്ള മത്തിയായിരുന്നു. അപ്പോൾ ഇവർക്കൊക്കെയാണെങ്കിൽ പോൾമോനാണെങ്കിൽ ഇപ്പം ലെമൺ ആൻഡ് എഴ്സ് അച്ചാറാണേലോ ഏത് അച്ചാറാണേലും അവന് കുഴപ്പമില്ല. ഡാഡിയും ചിലപ്പോൾ കൂട്ടും. പക്ഷേ റേച്ചാൻ എങ്ങാനാണെങ്കിൽ ഈ നാരങ്ങ അതൊന്നും വേണ്ട. റേച്ചാൻ ബീഫോ ചിക്കനോ ഒക്കെ ആണെങ്കിൽ പിന്നെ ചോറിന് കഴിക്കുന്നതിന് വേറൊരു കൂട്ടാനും വേണ്ട, അത് കൂട്ടി കഴിച്ചോളും. എന്നാലും ഞാൻ കുറച്ച് മസാല പുരട്ടി വെച്ചായിരുന്നു ഈ മീൻ. അത് പുരട്ടി വെച്ചിട്ട് പിന്നെ ഒത്തിരി കഴിഞ്ഞിട്ടാണ് എന്നിട്ട് ഞാനങ്ങ് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. അത് അപ്പോഴത്തേക്കിന് മസാല എല്ലാം നന്നായി അതിൽ പിടിച്ച്. അപ്പോൾ തലയോട് കൂടിയാണ് വെച്ചത്. ഇവിടെ ഫ്രീസന് ഈ മീനിൻ്റെ കണ്ണ് ഭയങ്കര ഇഷ്ടമാണ്. അവൻ പറയും കണ്ണ് കളയല്ലേ എന്ന്. അതുകൊണ്ട് ഇങ്ങനെ ഞാൻ വെച്ചിട്ട് കണ്ണെടുത്ത് കൊടുത്തിട്ട് ആ കണ്ണ് കുറച്ച് നേരം വായിട്ട് ഉഴപ്പും, എന്നിട്ടത് തുപ്പിക്കളയും. എന്താ അതിൻ്റെ അകത്ത് അവന് രസം കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ മീനും കൂടെ ഒന്ന് വറുത്തെടുക്കട്ടെ. പിന്നെ എനിക്ക് കഴിക്കാൻ ഞാൻ ഉണ്ടാക്കിയത് ഉപ്പ് ഇട്ടിട്ടുണ്ട്, ഇച്ചിരി പാലൊഴിച്ചതൊന്ന് കൂത്തവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ. ഇതിലേക്ക് ഇച്ചിരി സവാള, സ്വല്പം കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ വിനെഗർ ഇല്ല, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ നോക്കിയോണ്ടേ ക്യാപ്സിക്കം ഇടാൻ ഇല്ല. ക്യാരറ്റ് ഇല്ലായിരുന്നു. ക്യാപ്സിക്കം ഇരിപ്പുണ്ടെന്നാൽ ക്യാപ്സിക്കം ഇച്ചിരി അരിഞ്ഞിടാൻ പറഞ്ഞിരുന്നതാണ്.
അപ്പോൾ കഴിഞ്ഞ ദിവസം വലിയൊരു ക്യാപ്സിക്കം, ഈ പോളിൻ്റെ സ്വഭാവം ഇവിടെ സാറ്റർഡേ ദിവസം ഇവർക്ക് മാഗിയാണ് കൊടുക്കുന്നത്. അപ്പം ഇവൻ വലിയൊരു ക്യാപ്സിക്കം എടുത്ത് വെച്ചിട്ട് എൻ്റെ അടുത്ത് അവൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കത്തില്ല. അവൻ്റെ രീതിയിൽ അവന് ഇഷ്ടമുള്ളതുപോലെ അവൻ ചെയ്യും. ഇവൻ ക്യാപ്സിക്കം എടുത്തിട്ട് എന്തോ ചെയ്യുന്നു, അവർ ക്യാപ്സിക്കം ഇടുന്നത് ഇഷ്ടമാണ്, വേറെ ക്യാരറ്റൊന്നും ഇടത്തില്ല, ഉള്ളി ഇടും. ആ എൻ്റെ ഭാഗവും മോടം വശവും നന്നായിട്ട് അങ്ങ് കയറ്റി കണ്ടിക്കും. എനിക്കറിയത്തില്ലായിരുന്നു ഈ സംഭവം. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടുപിടിച്ചത്. എന്നിട്ടങ്ങ് ഡസ്റ്റ്ബിന്നിലിടും. അപ്പോൾ ഡസ്റ്റ്ബിൻ തുറന്നപ്പോഴും ആദ്യമൊന്നും എനിക്ക് മനസ്സിലായി. ഞാൻ ചിന്തിച്ച് ഇവന് ഇത് മൊത്തം അരിഞ്ഞെടുത്തുണ്ടായിരിക്കുമെന്ന്. ആ 2 വശവും നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ആ മിഡിൽ വശത്തിലുള്ളത് കുറച്ച് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുമല്ലേ, ബാക്കിയുള്ളവിടെ ഇച്ചിരി എത്ര അതല്ല ഈ ക്യാപ്സിക്കം ഇച്ചിരി വളഞ്ഞൊടിഞ്ഞൊക്കെ ഇരിക്കുമല്ലേ, അതിവൻ ഡസ്റ്റ്ബിന്നിൽ എടുത്ത് കളഞ്ഞ്. ഞാൻ എന്നിട്ട് പറഞ്ഞു, നിനക്ക് വേണ്ടെങ്കിൽ നീ അവിടെ കട്ട് ചെയ്ത് വെച്ചേരെ, ഞാൻ ഉപയോഗിച്ചോളാം എന്തോത്തിനേലും, ഇനി മേലി ജഗയിലും സ്പേസിലും ഇനി മേലി അങ്ങനെ ചെയ്യല്ലെന്ന് പറഞ്ഞു. അങ്ങനെ വലിയ ചെറുക്കാൻ കഴിഞ്ഞ ദിവസം കട്ട് ചെയ്ത് കളഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഇന്ന് ഇടാനായിട്ട് ഇതിൻ്റെ അകത്ത് ഇടാനൊന്നുമില്ലായിരുന്നു, സവാള മാത്രമേ ഉള്ളായിരുന്നു. അപ്പം നേരത്തെയൊക്കെ ഞാൻ ഈ ഇത്രയും ഇത് തന്നെ ഈ ബാറ്റർ ഒരു ഇതായിട്ടുണ്ടാക്കുമായിരുന്നു. ഇന്ന് പക്ഷേ ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നില്ല, ഒരു 2-3 എണ്ണമായിട്ട്. അന്നേരം പെട്ടെന്ന് നമുക്കാവും. മറ്റേതാണെങ്കിൽ ഒത്തിരി സമയം എടുക്കും, അത് അത്രയും വലിയ ഉണ്ടാക്കുന്നതാണ് അത് വേകാനായിട്ട്. അപ്പോൾ ഞാനിതൊരു തവി ഒഴിച്ചിട്ട് അതിങ്ങനെ ഇച്ചിരി ഒന്ന് സ്പ്രെഡാക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു കൊടുക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞോണ്ടേ വേണമെങ്കിൽ ഒരു മുട്ടയും കൂടെ ചേർക്കുവാണെങ്കിൽ കുറേയും കൂടെ നല്ല കേട്ടോ. ഉണ്ടാക്കിയോണ്ടേ പ്രൈസം മോന് ഇഷ്ടമായി, അവനും ഒരെണ്ണം എടുത്തങ്ങ് നിന്ന്. അങ്ങനെ ഇച്ചിരി ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്താൽ മതി ഓയിലിങ്ങനെ, ഒത്തിരി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എനിക്കും ഇങ്ങനെ ഉണ്ടാക്കിയതാ എളുപ്പമായിട്ട് തോന്നിയത്. അപ്പോൾ നമ്മുടെ ഓട്സ് എഗ്ഗ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിങ്ങനെ 3 എണ്ണം ഇങ്ങനെ ഉണ്ടാക്കിയേ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതായിരുന്നു കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കോട്ടനോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ, താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.